ഈ വീഡിയോയിൽ നിലവിലെ ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ആണ്. ഇതിൽ പലർക്കുമുള്ള ചോദ്യമാണ് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്കും ആയുധങ്ങളൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡെവലപ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ബോർഡർ ശരിക്കും 700 കിലോമീറ്ററിലധികമുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഫുള്ളി ടെൻസ്ഡ് ആണ്. ടെൻസ്ഡ് ആണെന്ന് പറയാനുള്ള കാരണം സിംല കരാർ അത് റദ്ദാക്കി പാകിസ്ഥാൻ. എന്തൊക്കെ നടപടികൾ ഇന്ത്യ എടുത്തോ അതിനെല്ലാം പകരത്തിന് പകരം എന്നുള്ള നിലയിലുള്ള നടപടിക്രമങ്ങളാണ് പാകിസ്ഥാൻ കൈക്കൊണ്ടത്. ഒരു വിഷയത്തിൽ വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു രീതിയിലുള്ള ആക്ഷനും എടുക്കാൻ പറ്റുന്നില്ല. അത് വേറെ എവിടെയല്ല, അത് ഇൻഡസ് വാലി വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് പകരമായിട്ടാണ് അവർ ഈ ഒരു സിംല കരാർ റദ്ദ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സിംല കരാർ എന്ന് പറയുന്നത് 1971 ഈ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായതാണ്. ഏതാണ്ട് 700 കിലോമീറ്ററിലധികം നീണ്ടു കിടക്കുന്ന ഒരു അതിർത്തിയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ LOC കശ്മീർ മേഖലയിലൂടെ കടന്നു പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇപ്പം അതിർത്തി ശരിക്കും ഇറലവന്റ് ആണ്. വെടിനിർത്തൽ കരാർ മൂലം ഉണ്ടായ ഒരു ബോർഡറാണിത്. അപ്പൊ ആ ബോർഡർ ഇന്ത്യ ഇത്രയും നാളും റെസ്പെക്ട് ചെയ്ത് നിന്നത് തന്നെ വലിയ കാര്യമാണ്. സിംല കരാർ റദ്ദാക്കിയതോടുകൂടി ആ ബോർഡറിന് ഒരു രീതിയിലുള്ള വാലിഡേഷൻ ഇപ്പൊ ഇല്ല, അത് ഇറലവന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇറ്റ് മീൻസ് ഏത് നേരത്തും പാകിസ്ഥാന്റെ പോസ്റ്റിൽ നിന്നും ഇന്ത്യക്ക് നേരെ വെടിയുതിർക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് മാറി തീരുകയാണ് ഇപ്പൊ ഈ ഒരു സിംല കരാർ റദ്ദാക്കുന്നതിലൂടെ. ഇതിനകത്ത് നിങ്ങൾ നോക്കിയോ, ഈ മാധ്യമങ്ങളുടെ നറേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളെ നമ്മൾ നോക്കിയാൽ തന്നെയും അതിനേക്കാളും എത്രയോ ഹൈ ക്വാളിറ്റിയിൽ ഒരു വാർത്ത കൊടുത്തിരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ്. ന്യൂയോർക്ക് ടൈംസ് കൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരു പഹൽഗാമിൽ ഉണ്ടായ ഈ ഒരു ആക്രമണം 24 പേര് കൊല്ലപ്പെട്ടു എന്നും, 24 എന്ന് പറഞ്ഞ നമ്പർ തന്നെ തെറ്റാണ്, അതിലുപരിയായിട്ട് മിലിറ്റന്റ് ആണ് ആക്രമിച്ചത് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡിങ് കണ്ടല്ലോ, ഇതാണ് ഹെഡിങ്, മിലിറ്റന്റിന്റെ ആക്രമണം. ഈ മിലിറ്റന്റോ, എന്താണ് ഈ മിലിറ്റന്റ്? അപ്പൊ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഫോറിൻ മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ന്യൂയോർക്ക് ടൈംസിന് കത്തെഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഹെഡിങ് മാറ്റണം, കാരണം ഇത് മിലിറ്റന്റ് അല്ല, പറഞ്ഞാൽ ഒരു തീവ്രവാദ സംഘടനയാണ്. അവരുടെ പേര് LET എന്നാണ്, ഇത് പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. വളരെ വിശദമായിട്ടുള്ള ലെറ്റർ ന്യൂയോർക്ക് ടൈംസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ന്യൂയോർക്ക് ടൈംസ് ഇതുവരെ ആ ഒരു ഹെഡിങ് മാറ്റാൻ തയ്യാറാവില്ല. സ്വാഭാവികം, കാരണം ഇന്ത്യക്കുള്ളിൽ നിന്നും ഇമാതിരിയുള്ള നറേറ്റീവ്സ് അല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ രീതിയിൽ, അതായത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് വാർത്ത കൊടുക്കുന്ന ഒരു പത്രമായിട്ട് മാറിയിരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ്. പറയാതിരിക്കാൻ വയ്യ. അതിന് ഏത് മാധ്യമമാണെങ്കിലും നമുക്ക് പറഞ്ഞേ പറ്റൂ. ഇന്ത്യക്കുള്ളിൽ ഇതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് എപ്പോഴും പറയുന്നത്, ഈ വാർത്താ മീഡിയം ഇത് കറക്റ്റ് LET തന്നെ കൊടുക്കണം. കാരണം LET കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് തീവ്രവാദ സംഘടനയല്ല, ഇതൊരു പുതിയ സംഘടനയായിട്ട് രേഖപ്പെടുത്തപ്പെടും. TRF എന്ന പേരിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. ഇന്നലെ എല്ലാ പാർട്ടികളും കൂടെ ഒത്തുചേർന്നൊരു പൊതുയോഗം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചത്. ഇതിനകത്ത് എല്ലാ പാർട്ടികളും ഒരുമയോടുകൂടി തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഏത് നടപടി എടുത്താലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ള ഒരു പൂർണ്ണമായ പിന്തുണ സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. കാരണം എല്ലാ പാർട്ടികളും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ശക്തി ഇരട്ടിക്കും. അത് വളരെ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ആ നിലപാടിലാണ് രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഒവൈസി നമ്മൾ എടുത്തു പറയണം. കാരണം ഒവൈസി അതിനകത്ത് പറയുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാനെ തിരിച്ചടിക്കണം, ഈ തീവ്രവാദികൾക്കുള്ള മറുപടി കൊടുക്കണം തന്നെയാണ് ഒവൈസി പറഞ്ഞത്. അതിലുപരിയായിട്ട് ഒവൈസി ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചത് സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് ഒവൈസി ഉയർത്തിയത്. ഇതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരം കൂടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ജൂൺ മാസത്തിലാണ് ഈ ഒരു സൈറൻ വാലി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം തുറന്നു കൊടുക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇത്തവണ കുറച്ച് നേരത്തെ തുറന്നു കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഉമർ അബ്ദുള്ളയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ ഗവൺമെന്റാണ് ആ തീരുമാനം എടുത്തത്. അവർ തീർച്ചയായിട്ടും അവരുടെ കൺട്രോളിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് JNK പോലീസ് ഇതിന് ഫുൾ ആൻഡ് ഫുൾ സെക്യൂരിറ്റി സുരക്ഷ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് പൊതുവിലുള്ള ധാരണ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ സൈറൻ വാലി നേരത്തെ കൂട്ടി തുറന്നു കൊടുത്ത കാര്യം സെൻട്രൽ ഗവൺമെന്റിനെ അറിയിച്ചിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിനെ അറിയിക്കണം. ആ രീതിയിലുള്ള സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇതിന്റെ ഈ ഒരു വീഴ്ചയ്ക്ക് കാരണം എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഒരു വിശദീകരണമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിലെങ്കിലും ഇവരൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചത് വളരെ നന്നായി. അമേരിക്കയുടെ നിലപാട് ഇന്ന് അമേരിക്ക തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ തുറന്നു പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ കശ്മീർ വിഷയത്തിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ നിലപാടുകളൊന്നും ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തീവ്രവാദ ആക്രമണം, അമേരിക്ക തീവ്രവാദത്തിനെ എതിർക്കും. അപ്പൊ ആ രീതിയിൽ ഇന്ത്യയിൽ നടന്ന ആക്രമണം വളരെ വളരെ പൈശാചികമാണ്. അതിനെ തീർച്ചയായിട്ടും ഇന്ത്യയോടൊപ്പം വളരെ ശക്തമായിട്ട് നിൽക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് അമേരിക്കയുടെ കോൺഗ്രസ് ഒരു ശക്തമായ ഒരു നിലപാടെടുത്ത് ഒരു ഡ്രാഫ്റ്റ് തന്നെ, ലെറ്റർ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ഓത്തറൈസ്ഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്താണ് പറയുന്നത് വെച്ചാല്, പാകിസ്ഥാൻ നടപ്പിലാക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, പാകിസ്ഥാന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് തീവ്രവാദികൾക്കുള്ള ബന്ധം, പാകിസ്ഥാന്റെ ഉള്ളിൽ ഷെൽട്ടർ ചെയ്യപ്പെട്ടിരിക്കുന്ന തീവ്രവാദികളുടെ പേരുകൾ, ഇതെല്ലാം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശക്തമായ നിലപാടാണ് ആ ലെറ്ററിൽ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഒരു ലെറ്റർ US കോൺഗ്രസിൽ
വളരെ നിർണായക ഘടകമാണ്. ഇത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഗ്ലോബൽ സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടാൻ ഇത് വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇതും അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ഈ ആക്രമണം നടത്തിയ ഈ തീവ്രവാദികൾ, അതായത് ഈ ഒരു പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഈ തീവ്രവാദികളുടെ കയ്യിലുണ്ടായിരുന്ന MK റൈഫിലാണ്. അതായത് MK കാറ്റഗറിയിൽ വരുന്ന അമേരിക്കൻ മോഡൽ റൈഫിലാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഇതെങ്ങനെ അമേരിക്കൻ റൈഫിൽ ഇവരുടെ കയ്യിൽ വന്നത്? ഇതിനൊരു കഥയുണ്ട്. ഇതിനൊരു കഥ എന്ന് പറഞ്ഞാൽ 2022 താലിബാൻ അഫ്ഗാനിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ അമേരിക്ക കാണിച്ചൊരു പണിയുണ്ട്. അമേരിക്ക നിരുപാധികം എല്ലാ ആയുധങ്ങളും വിട്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അതിനകത്ത് ഈ MK കാറ്റഗറിയിൽ വരുന്ന ആയിരക്കണക്കിന് തോക്കുകളുണ്ട് ഈ അമേരിക്ക ഉപേക്ഷിച്ചിട്ട് പോയ ആയുധങ്ങളുടെ കൂട്ടത്തിൽ. താലിബാനുകൾ എന്താണ് ചെയ്തത്? ഇത് വിൽക്കുകയാണ് ചെയ്തത്. ഇത് വിൽക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ ഒരു ബോർഡർ ഉണ്ട്. ഖൈബർ പഖ്തൂൺഖ ഭാഗത്ത് തെഹ്രീക്ക് താലിബാനികൾക്കാണ് ഇത് ആദ്യം ഇവർ വിൽക്കുന്നത്. ഇവർ അവിടെ വിറ്റ് കഴിഞ്ഞാൽ ഇത് സ്വമേധയാ പതിയെ പതിയെ കടന്ന് കശ്മീരിന്റെ ഉള്ളിൽ എത്തുകയാണ്. അങ്ങനെയാണ് കശ്മീരിന്റെ ഉള്ളിൽ എത്തുന്നത്. ഈ കമ്മോഡിറ്റി വളരെയധികം പോപ്പുലർ ആയിട്ട് നടന്നിട്ടുണ്ട് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട്. അപ്പൊ ഇതിന് ഒരു വിധത്തിൽ ഈ ഒരു ആയുധങ്ങൾ ഇങ്ങനെ പോകുന്നതിന് കാരണം ഇതാണ്. ഒരു സൈഡിൽ താലിബാൻ പറയുന്നത് ഇന്ത്യക്ക് സപ്പോർട്ടാണ്. ഓക്കെ, സമ്മതിച്ചു. താലിബാന്റെ ആശയം എന്താണ്? താലിബാന്റെ ആശയം ഇതേ സെയിം ആശയമാണ്. സെയിം എന്താണോ പെഹൽഗാമിൽ നടന്നത് അതേ ആശയമാണ് താലിബാന്റേത്. താലിബാൻ പാകിസ്ഥാനില് ഒരു സ്കൂളിൽ കയറി വെടിവെച്ച് കൊച്ചു കുട്ടികളെ കൊലപാതകം ചെയ്ത വിഷയം നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞ വിഷയമാണ്. അതിൽ എന്താണ് അവർക്ക് ഉത്തരം പറയാനുള്ളത്? ഇതേ സെയിം പ്രിൻസിപ്പിൾ ആണ്. ഈ സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യുന്നത്. ഇവർക്കെല്ലാം ഉള്ളത് ഒരേ പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ താലിബാൻ ഇപ്പൊ ഭരിക്കാൻ ഒരു രാജ്യം കിട്ടി. അപ്പൊ അതുകൊണ്ട് അവിടെ അവർക്ക് റീജിയണൽ സ്റ്റെബിലിറ്റി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അവർ പാകിസ്ഥാനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ഇനി 5 പൈസയ്ക്ക് കൊള്ളില്ല, അവർക്ക് ഒരു ഗുണവും ഇല്ലാത്തൊരു സംഭവമാണ്. അതിലുപരിയായിട്ട് ഇവരുടെ ലാൻഡിന്റെ അവകാശത്തിനെ പാകിസ്ഥാൻ ചെറുക്കുന്നുണ്ട്. കാരണം ഈ ഒരു അഫ്ഗാനിസ്ഥാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ബോർഡറിൽ ഇപ്പോഴും തർക്കമുണ്ട്. ആ തർക്കം അഫ്ഗാനികളുടെ ഭൂമി അഫ്ഗാനിസ്ഥാന് വേണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അഫ്ഗാനികൾ. അപ്പൊ അതിന് പാകിസ്ഥാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അവിടെ ഒരു വിഷയമുണ്ട്, തർക്കമുണ്ട്. ആ തർക്കത്തിന്റെ പേരിലാണ് ഇപ്പൊ ഈ ബോർഡർ അംഗീകരിക്കാത്ത കൊണ്ടാണ് നിലവിലെ ഈ ബോർഡറിന്റെ അപ്പുറത്ത് നിന്നുള്ള അഫ്ഗാനിസ്ഥാനുകളെ ഇപ്പം അഫ്ഗാനിലോട്ട് റെഫ്യൂജികളായിട്ട് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ. ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അവിടുത്തെ ജിയോ പൊളിറ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആശയപരമായിട്ട് ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. പിന്നെ താലിബാൻ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് താൽക്കാലിക നിലനിൽപ്പാണ് അവർക്ക്. കാരണം ഈ ഗ്ലോബലി ഒരു അക്സെപ്റ്റൻസ് കിട്ടേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ സിറിയ, അഹമ്മദ് അൽ ഷാറ, ആ ഒരു തീവ്രവാദി, അവർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള തീവ്രവാദമാണ്. പക്ഷെ പുറത്ത് വന്നിട്ട് ഞാൻ ഡെമോക്രസി ചെയ്യും, 4 വർഷം കഴിയുമ്പോൾ ഞാൻ വോട്ടെടുപ്പ് കൊണ്ടുവരും, അങ്ങനെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കും എന്നുള്ള രീതിയിലുള്ള ചില ഉടായ്പകളൊക്കെ ആയിട്ട് ഈ തീവ്രവാദികൾ ഇപ്പം കസേരയിൽ കയറി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയിപ്പോ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ്. ഇതാണ് ജയ്പൂരില് C-17 ഗ്ലോബ് മാസ്റ്റർ അമേരിക്കയുടെ കാർഗോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഖത്തറിന്റെ US അൽ ഉദൈദ എയർബേസിൽ നിന്നാണ് ഇത് ടേക്ക് ഓഫ് ചെയ്തത്. ഇത് ജയ്പൂരിൽ ലാൻഡ് ചെയ്യാനുള്ള കാരണം ഇന്ത്യക്ക് എമ്യൂണിഷൻസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് ഇന്ത്യക്ക് വേണ്ട യുദ്ധോപകരണങ്ങളുമായിട്ടാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഊന്നി പറയാനുള്ളത്. പിന്നെ മറ്റുള്ള മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെ ഇന്ത്യ ഇന്റർണലി കശ്മീരിന്റെ ഉള്ളിലാണ് മൊത്ത തെരച്ചിലും ഇന്നത്തെ ആക്രമണങ്ങളും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും തിരിച്ചടിയല്ല. ഞാൻ പല തമ്പനകളും കാണുകയുണ്ടായി, ഇന്ത്യ തിരിച്ചടിക്കുന്നു, ശക്തമായി തിരിച്ചടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ത്യ എവിടെ തിരിച്ചടിക്കുന്നു എന്നാണ് ഞാൻ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാല് ബോർഡറിലില്ല, ആ ഒരു 700 കിലോമീറ്റർ ബോർഡർ, ആ ബോർഡറിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെല്ലിങ്ങും പല സ്ഥലങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട ഏരിയകളിൽ ബാക്ക് ടു ബാക്ക് ഫയറിംഗ് നടക്കുകയാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഒരു തിരിച്ചടിയും അവിടെ നടക്കുന്നില്ല. ഇത് നോർമലി പല സാഹചര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു അറ്റാക്കാണ് ഈ ഒരു ബാക്ക് ടു ബാക്ക് ഈ ഒരു മിലിറ്ററി പോസ്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യുന്നത്. അത് അവർ പറയും എത്ര റൗണ്ട്, അതിനനുസരിച്ച് ഇവർ ഫയർ ചെയ്യും. ഇങ്ങനെയാണ് ഫയറിംഗ് ബാക്ക് ടു ബാക്ക് നടക്കുന്നത്. അത് ഇനി 2 കാർഗോ ഫ്ലൈറ്റുകൾ കീവില് വെയിറ്റിംഗിലാണ്. അത് അമേരിക്കയിൽ നിന്ന് വന്ന് കീവിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കീവിൽ നിന്നും ഇന്ന് തന്നെ ഇന്ത്യക്കുള്ളിൽ ലാൻഡ് ചെയ്യും. അതും ജയ്പൂരിൽ തന്നെ കൊണ്ട് ലാൻഡ് ചെയ്യും. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്ത്യ ഫുൾ ആൻഡ് ഫുൾ ഗെറ്റിംഗ് റെഡി ഫോർ ദാറ്റ്. ഇന്ത്യ ഈസ് ഫുൾ ആൻഡ് ഫുൾ ഗെറ്റിംഗ് റെഡി ഫോർ ദ ബാറ്റിൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാനേക്കാളും ഇന്ത്യ മച്ച് സ്ട്രോങ്ങർ ആണ്. പക്ഷെ എന്നാലും നമ്മൾ പാകിസ്ഥാൻ ആർമിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെയും നല്ല രീതിയിലുള്ള സോൾജേഴ്സ് ഉണ്ട്. പിന്നെ ഇന്ത്യക്ക് 22 ലക്ഷത്തിലധികം സോൾജേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ പാകിസ്ഥാനിലും 11 ലക്ഷത്തിലധികം മെയിൻ സ്ട്രീമിൽ സോൾജേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് അസിസ്റ്റന്റ് കാറ്റഗറിയിൽ 11 ലക്ഷത്തിലധികം സോൾജേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാന് 5 ലക്ഷത്തിലധികം ഉണ്ട്. ഈ രീതിയിലാണ് അവർ നമുക്ക് ഹാഫ് ടു ഹാഫ്, ആ രീതിയിലാണ് അവരുടെ നമ്പേഴ്സ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ബാറ്റിൽ നമ്മൾ ഒരിക്കലും അവർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ചില ആക്രമണങ്ങളിൽ അവർ ചിലപ്പോൾ ഡോമിനേറ്റ് ചെയ്തേക്കാം. പക്ഷെ നമ്മൾ അതിനെ കൃത്യമായിട്ട് നമ്മൾ കാർഗിലൊക്കെ കണ്ടതാണല്ലോ. അപ്പൊ കാർഗിലേക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ഇന്ന് ഇന്ത്യ. കാരണം ഇന്ത്യക്കുള്ളിൽ ഇന്ന് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നിരന്തരം ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കാം. പണ്ടത്തെ പോലെ ആരെങ്കിലും തരണം,
എന്നാൽ അത് മേടിച്ചിട്ട് അറ്റാക്ക് ചെയ്യണം ആ രീതിയിലല്ല. പിന്നെ നമ്മൾ ചില സ്പെഷ്യൽ ഐറ്റംസ് ആണ് നമ്മൾ അമേരിക്ക അടുത്ത് ചോദിച്ചു മേടിച്ചിരിക്കുന്നത്. ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞു വന്നത്, അതായത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞു വന്നത് ഇസ്രായേൽ എന്താണ് ചെയ്തത് ആ രീതിയിൽ തുർക്കി ഇസ്രായേൽ മോഡലുകളാണ് ഇപ്പൊ ഇന്ത്യ അവിടെ പരീക്ഷിക്കാൻ പോകുന്നത്. തുർക്കി സിറിയയ്ക്കുള്ളിൽ കുറച്ച് സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണ്? അവരുടെ രാജ്യത്തിനുള്ളിൽ ഈ കുർദുകളുടെ ഭാഗത്തു നിന്നുള്ള തീവ്രവാദ ആക്രമണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സ്ഥലം സിറിയയ്ക്കുള്ളിൽ കയറി പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇസ്രായേൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ ഗോലാൻ ഹെയ്റ്റ്സും കഴിഞ്ഞ് കുറച്ച് ഭാഗം പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്കും അവരുടെ ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് എക്സ്റ്റൻഡഡ് ലെവലിലായിട്ട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതേ മെത്തേഡാണ് ഇന്ത്യ ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ എന്നുള്ള മേഖല ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്പർ 1 നിങ്ങൾ മനസ്സിലേക്ക് കരുതിക്കോ. നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഈ മാപ്പിൽ കാണിക്കുന്ന ഈ ഒരു പരിസരം, ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നുഴഞ്ഞുകയറ്റം നടക്കുന്നത്. ഈ നടന്ന നുഴഞ്ഞുകയറ്റങ്ങൾ മൊത്തം നടന്നത് ഈ ഒരു സൈഡിലാണ്. അതായത് ഈ POKയിൽ തന്നെ ആസാദ് കാശ്മീർ എന്ന് വിളിക്കപ്പെടുന്ന ഈ താഴെ കിടക്കുന്ന ഈ ശ്രീനഗറുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗങ്ങൾ, ഈ പോർഷനാണ് ഇന്ത്യ മിലിറ്ററി ഓപ്പറേഷനിലൂടെ സ്വന്തമാക്കാം എന്ന് വിചാരിക്കുന്നത്. ഇനി കുറച്ച് നാളത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു വോളറ്റിലിറ്റി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കയറി ഇറങ്ങി തന്നെ ഇരിക്കും. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഇനി പെർഫോം ചെയ്യുന്നത്. കാരണം ഇന്ത്യ ഇനി പാകിസ്ഥാനുമായിട്ടുള്ള വിഷയത്തിൽ ഒരു സ്ഥായി ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നത് വരെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്ത് രാജ്യങ്ങൾക്ക് എല്ലാം തന്നെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ എടുക്കാൻ പോകുന്ന ആക്ഷൻസ് എന്താണ്, ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ജപ്പാൻ, ഇസ്രായേൽ, ഇറ്റലി, ഫ്രാൻസ്, അമേരിക്ക, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ എടുത്ത നടപടികൾ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് എടുക്കേണ്ട നടപടികളാണ്. പക്ഷെ പാകിസ്ഥാന്റെ പ്രതികരണം കണ്ടോ നിങ്ങൾ? പാകിസ്ഥാന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള എല്ലാ യുക്തികളും അങ്ങ് ഉപയോഗിക്കുകയാണ്. അതാണ് അവരുടെ പരാജയം എന്ന് പറയുന്നത്. ഓരോ ടൈമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴാണല്ലോ കുറച്ചുകൂടെ ഈ റിട്ടാലിയേഷൻ എന്ന് പറയുന്നതിന് കുറച്ച് സ്ട്രെങ്തൻ ചെയ്ത് വരാൻ പറ്റുക. അവർക്ക് യുദ്ധത്തിന്റെ ഒരു യുക്തി തന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, അവരുടെ അടുത്ത് 5 മുതൽ 6 ലക്ഷം സോൾജേഴ്സ് ഇമീഡിയറ്റ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വെച്ചോ. ഇപ്പൊ അവർക്ക് എവിടെ നിന്നൊക്കെ, ഇപ്പൊ അവർക്ക് ഏത് റീജിയനിൽ നിന്നൊക്കെ ഈ പട്ടാളക്കാരെ അവർക്ക് ഒരുമിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് ഇന്ത്യക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഖൈബർ പഖ്തൂൺവ മേഖലയിൽ നിന്ന് അവർ കൊണ്ടുവരേണ്ടതുണ്ട്, പിൻവലിക്കണം. ഇപ്പൊ അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്, കാരണം അവിടെ ഓൾറെഡി കലാപമാണ്. അതേപോലെ ബലൂചിസ്ഥാൻ മേഖലയിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന സോൾജേഴ്സിനെ മൊത്തം പിൻവലിക്കണം, കാരണം അവിടെയും പ്രശ്നമാണ്. അപ്പൊ ഇവരെല്ലാം പിൻവലിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയുടെ അടുത്ത് വന്ന് അവർക്ക് ചേർത്ത് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ആക്ഷൻ അവർ എടുക്കുമ്പോഴത്തേക്കും ബലൂചിസ്ഥാനികൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. ഖൈബർ പഖ്തൂൺവ മേഖലയിൽ അഫ്ഗാനിസ്ഥാൻ കയറി പിടിക്കാനും അവരുടെ ബോർഡർ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെല്ലാം പാകിസ്ഥാന്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊക്കെ മറികടന്നുകൊണ്ട് വേണം ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ യുദ്ധം നടത്താൻ. ഇന്ത്യ ഏതെങ്കിലും തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ 1 ടൈം ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഓപ്പറേഷനോ നടത്തി ഇത് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാകിസ്ഥാനും കൂടെ സമ്മതിക്കണം. കാരണം അവർ തിരിച്ചടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കണമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും നമ്മുടെ എക്കണോമിയൊക്കെ തിരിച്ചു പിടിച്ച് നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും. പക്ഷെ അതല്ല, ലാൻഡ് നമ്മൾ പിടിക്കണം. ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു POKയിൽപ്പെട്ട ഈ ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം കയറി പിടിക്കണം, ലാൻഡ് ഒക്കുപ്പൈ ചെയ്യാൻ ഇന്ത്യ തീരുമാനിക്കുന്നു എങ്കിൽ കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ മന്ത്സ് വേണ്ടി വന്നേക്കാം. ലാൻഡ് ഒക്കുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അതുപോലെ തന്നെ ഇന്ത്യ എക്സ്ട്രാ എഫിഷ്യന്റ് ആയിട്ട് ഇറങ്ങി അടിക്കേണ്ടി വരും. ആ രീതിയിൽ മാത്രം, അതായത് പാകിസ്ഥാന് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം ഇന്ത്യ അറ്റാക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ലാൻഡ് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ ഇസ്രായേൽ ഗാസ, ഇപ്പൊ നമ്മൾ കണ്ടില്ലേ റഷ്യ ഉക്രൈൻ എത്ര വർഷങ്ങളായിട്ട് നടക്കുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് ഇതിൽ തീരുമാനിച്ച് അടിക്കുന്നെങ്കിൽ വളരെ ശക്തമായിട്ട് 2000 LB തന്നെ കൊണ്ടിട്ട് അടിക്കണം. 2000-ന് മുകളിൽ 2000 to 3000 പൈസ കൊടുത്ത് അമേരിക്കയിൽ നിന്ന് മേടിച്ചെങ്കിൽ ഇട്ട് അടിക്കണമെന്ന്. എന്നാൽ മാത്രമേ ഈ സ്ഥലം സ്വന്തമാക്കാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ചെറിയ ലൊട്ടിലൊടുക്ക് സാധനം കൊണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല. എന്തായാലും അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയ സാധനം എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമില്ല. എമ്യൂണിഷൻസ് ആണെന്ന് മനസ്സിലായി, പക്ഷെ അത് എത്ര LB, എന്താണ് കാറ്റഗറി, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. കാരണം അതൊക്കെ ഇന്ത്യൻ ആർമിയുടെ സീക്രട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. ഹജ്പീർ പാസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തൂടെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫിൽട്രേഷൻ നടക്കുന്നത് ഇന്ത്യക്കുള്ളിൽ. ഹജ്പീർ പാസ്, അതാണ് ഞാൻ കാണിച്ച ലൊക്കേഷനിൽ ആ ഒരു മാപ്പിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം. ഈ ഒരു സ്ഥലം ടാർഗറ്റ് ചെയ്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇനിയിപ്പോ 2 വിഷയങ്ങൾ പറയാനുള്ള ചില പാകിസ്ഥാന്റെ ഡെവലപ്മെന്റ്സ്. പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, പാകിസ്ഥാൻ കറാച്ചിയിൽ നിന്നും അവരുടെ കാർഗോ ഫ്ലൈറ്റിൽ കുറെ എമ്യൂണിഷൻസുമായിട്ട് ഇന്ത്യ കശ്മീർ ബോർഡറിൽ POKയിൽ ഇന്ത്യ കശ്മീർ ബോർഡറിന്റെ ഭാഗത്ത് ഒരു ബേസ് ഉണ്ട്. ആ ബേസിൽ കൊണ്ട് ഇവര് ലാൻഡ് ചെയ്ത് അവിടെ സ്റ്റോറേജ് കപ്പാസിറ്റി അവർ വർദ്ധിപ്പിക്കുകയാണ്. അവിടെ സ്റ്റോക്ക് ഫൈൽസ് ഉണ്ടാക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടെയൊക്കെ തന്നെ ആദ്യം അറ്റാക്ക് ചെയ്യേണ്ടത്. എവിടെയൊക്കെ സ്റ്റോക്ക് ഫൈൽസ് ഉണ്ടോ അതൊക്കെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക. ഇസ്രായേൽ മോഡൽ വളരെ വളരെ ഫലപ്രദമാണ് ഇവിടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിലുപരിയായിട്ട് വേറൊരു സംഭവം നടക്കുന്നത്, ലാഹോറിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ഇവര് മുൾട്ടാൻ എന്ന് പറഞ്ഞ ഇവരുടെ ഏരിയയിൽ ഇവരുടെ സീക്രട്ട് ഓപ്പറേഷൻസിന്, ആർമിയുടെ സീക്രട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ബലമായ സംശയം എന്ന് പറഞ്ഞാൽ, ഇവർ ഈ ഒരു LETയുടെ ആൾക്കാർ, കുറച്ച് തീവ്രവാദികളുണ്ടല്ലോ, ഈ ബോർഡറിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ഇത്രയും തീവ്രവാദികളെ മൊത്തം ഇവർ എടുത്തുകൊണ്ട് ഈ മുൾട്ടാൻ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് കൊണ്ട് ഇവർ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ട്.
ഇതൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോൾ അടിക്കും എപ്പോൾ അടിക്കില്ല എന്നുള്ളത് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ബോർഡർ സൈഡിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് തീവ്രവാദികൾ ഇപ്പൊ എന്തായാലും സേഫ് സോണിലേക്ക് മാറിയിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ C-130 എന്ന് പറഞ്ഞ ആ ഒരു ഫ്ലൈറ്റിലാണ് ഇവർ ഈ ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ നടത്തുന്നത്, ഈ തീവ്രവാദികളെയൊക്കെ കൊണ്ട് സേഫ് ഗാർഡ് ചെയ്യുന്നത്. ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ടാഗ് ചെയ്ത് അപ്പോഴേ തകർക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ഹജ്പീർ പാസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തൂടെയാണ് ഇതേപോലെ പല ആക്രമണങ്ങളും, പുൽവാമ, ഉരി ഉൾപ്പെടെയുള്ള പല ആക്രമണങ്ങളും നടത്തിയ തീവ്രവാദികൾ കടന്നു വന്ന ഒരു പാസ്സാണ് ഈ ഒരു ഹജ്പീർ പാസ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യ എയിം ചെയ്യുന്ന ഒരു ഏരിയ. ഇവിടെ ആയിരിക്കും ഇന്ത്യ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലുപരിയായിട്ട് ഗ്ലോബൽ ഹാപ്പനിങ്സ് കുറെ ഉണ്ട്. അമേരിക്കയുടെ വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്കെതിരെയുള്ള താരിഫ് 55% ആയിട്ട് കുറച്ചിരിക്കുകയാണ് ട്രംപ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു ചർച്ചയ്ക്കുള്ള വഴി ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു രാജ്യം ചർച്ചയ്ക്ക് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണോ വീക്കസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത് അപ്പം ചർച്ചയ്ക്ക് തയ്യാറാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ആരാണോ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറയുന്നത് അവരായിരിക്കും ആദ്യത്തെ വീക്കസ്റ്റ് പൊസിഷനായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അമേരിക്ക വീക്കസ്റ്റ് എന്നുള്ള നിലയിലാണ് കൺസിഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇന്നലെ ചൈന ചർച്ചയ്ക്ക് വിളിച്ചത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല, അമേരിക്കയാണ് ആദ്യം താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തത്, അതുകൊണ്ട് അവർ പിൻവലിച്ചിട്ട് മതി ബാക്കിയുള്ള സംസാരം എന്നാണ് ചൈന തിരിച്ചടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം അമേരിക്കയുടെ സൈഡ് കുറച്ച് വീക്കായിട്ട് കരുതപ്പെടുന്നുണ്ട്. അത് ശരിക്കും ട്രംപ് ആലോചിക്കേണ്ട ഒരു വിഷയമായിരുന്നു. ചൈനയുടെ താരിഫ് 55%ലേക്ക് ചുരുക്കിയിട്ടുണ്ട്. മാർക്കറ്റിന്റെ തകർച്ചയും മാനുഫാക്ചറിംഗിൽ വരുന്ന വീഴ്ചയുമാണ് അമേരിക്കയെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് എന്നാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ റഷ്യ ഉക്രൈന്റെ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ ക്രീമിയയെ കുറിച്ചുള്ള വിഷയം ആളിക്കത്തുകയാണ്. സെലൻസ്കി വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെയാണ് സംസാരിക്കുന്നത്. ക്രീമിയ ഉക്രൈന്റെ സോവറൈൻ പാർട്ടാണ്, അത് ഒരിക്കലും വെട്ടി നീക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലുള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് സെലൻസ്കി സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നും സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. സെലൻസ്കി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നില്ലെന്നും അതേപോലെ തന്നെ സെലൻസ്കി ഈ ഒരു യുദ്ധം ഇപ്പൊ അവസാനിക്കുന്ന മട്ടിലല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും റഷ്യയെടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടില്ല, പക്ഷേ സെലൻസ്കിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഡിസപ്പോയിന്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപിന്റെ പേജിൽ പങ്കുവച്ചത്. ഇതാണ് ഒരു സൈഡിൽ റഷ്യ ഉക്രൈനിൽ നടക്കുന്നത്. അതേസമയം റഷ്യ അഗ്രസീവായിട്ട് കീവ് മേഖലയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ആക്രമണത്തിനെ ട്രംപ് കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്ളാഡിമിർ പ്ലീസ് സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി അഗ്രസീവായിട്ടുള്ള ആക്രമണങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇങ്ങനെ ജീവൻ പൊലിയരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു സൈഡിൽ നിൽക്കെ തന്നെ ഇറാന്റെ ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഘട്ട ചർച്ച നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇറാന് എൻറിച്ച്മെന്റ് എന്നുള്ള സംഭവം ഇനി പാടില്ല. എൻറിച്ച്മെന്റ്, യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇറാന്റെ ഉള്ളിൽ നടത്താനേ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് യുറേനിയം, നിങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ടുള്ള യുറേനിയം, അതായത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള യുറേനിയം നിങ്ങൾക്ക് വെളിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം. വിത്ത് IAEA അപ്രൂവലോട് കൂടി നിങ്ങൾക്ക് വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതിലുപരിയായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ എൻറിച്ച്മെന്റ് പ്രോസസ്സ് ചെയ്യേണ്ട. അതിന്റെ അർത്ഥം അവിടുത്തെ എൻറിച്ച്മെന്റ് ലബോറട്ടറികൾ കംപ്ലീറ്റ് അടച്ചു പൂട്ടുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ ഇതിന് സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇസ്രായേലിന്റെ കോർട്ടിലാണ് ബോൾ. ഇത് ശരിക്കും പറഞ്ഞാൽ നെതന്യാഹുവിന്റെ അതിശക്തമായ രീതിയിലുള്ള ഇടപെടൽ കൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തുന്നത്. അതായത് ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ ലബോറട്ടറികൾ, പ്രത്യേകിച്ചും നെറ്റാൻസിലുള്ള ഒരു ഹൈ എൻഡ് ലബോറട്ടറി അടിച്ച് തകർത്തിട്ടേ അടങ്ങുമെന്നാണ് ഇസ്രായേൽ വിടാപ്പിടിയായിട്ട് നിൽക്കുന്നത്. നമുക്കാണെങ്കിൽ ഇതേപോലെ ഒരു ടാർഗറ്റഡ് മിഷൻ പാകിസ്ഥാന്റെ ഉള്ളിൽ എവിടെയാണോ ന്യൂക്ലിയർ വെച്ചിരിക്കുന്നത് അവിടെ ചെയ്യണം. അത് ചെയ്താലുണ്ടല്ലോ പിന്നെ ഇവരുടെ എല്ലാ സംഗതികളും ഒരു പരിധിവരെ അടങ്ങും. കാരണം എന്താ വെച്ചാൽ പാകിസ്ഥാൻ ഇപ്പം ആരും തന്നെ അത്ര വലിയ സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല. ഇനി ഗ്ലോബലി തന്നെ പോയാൽ തന്നെയും ഇവരുടെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിൽ പോയി 1-2 രാജ്യങ്ങളുടെ സപ്പോർട്ട് ഒരു പക്ഷേ പാകിസ്ഥാൻ നേടിയേക്കാം. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. മലേഷ്യ ഉൾപ്പെടെ, മലേഷ്യയുടെ ഗവൺമെന്റ് ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യും, മലേഷ്യയുടെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ തുർക്കി സപ്പോർട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് തീവ്ര നിലപാടുള്ള രാജ്യങ്ങളൊക്കെ പാകിസ്ഥാനെ ഒരു പക്ഷേ സപ്പോർട്ട് കൊടുത്തേക്കാം. പക്ഷെ അവരൊക്കെ ഏത് തരത്തിലും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇവർക്ക് വെപ്പൺ കൊടുത്ത് സഹായിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ചോദ്യചിഹ്നമാണ്. അപ്പൊ ആ രീതിയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒരു ഡിപ്ലോമാറ്റിക് സക്സസും അതേപോലെ നമുക്ക് ഈ ഒരു യുദ്ധത്തിൽ ഒരു വിജയവും നേടാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പാകിസ്ഥാന്റെ ബലഹീനത. പാകിസ്ഥാന്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും. രണ്ടും, അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഈ ഒരു ഏഷ്യൻ സൈഡിൽ ആണവായുധം ഹാൻഡിൽ ചെയ്യുന്ന 2 ശക്തികളാണ് എന്നാണ് അവർ എപ്പോഴും പറയുന്നത്. എന്ത് ശക്തി? അവൻ എന്താണ് ശക്തി? പാകിസ്ഥാൻ ഒരു ശക്തിയില്ല. ഈ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ന് സ്കൈ ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂ, അയാൾ ഫുൾ ആൻഡ് ഫുൾ ബ്ലെയിം ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇത് ഇന്ത്യക്കുള്ളിൽ ഇന്ത്യ നടത്തിയതാണെന്നാണ് ആവർത്തിച്ച് പറയുന്നത് ഈ വേട്ടാവളിയൻ പറയുന്നത് എന്നോ LETയുമായിട്ട് പാകിസ്ഥാന് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് ആരോപിക്കുന്നത് എന്തിനാണെന്നാണ് പറയുന്നത്. ഈ LETയുടെ ലീഡർ ഇന്നലെ പോലും ആ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നാണ് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത്. അപ്പൊ ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത്? ലോകത്ത് നടക്കുന്ന മിക്ക തീവ്രവാദ ആക്രമണങ്ങളുടെയും ഒരു ലൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാനായിരിക്കും.
അങ്ങനത്തെ തീവ്രവാദികൾ ഇപ്പോഴും പോലും ഒരുത്തനെ കൊണ്ട് അകത്ത് വെച്ചിരിക്കുകയാണ് ഇന്ത്യക്കുള്ളിൽ. അമേരിക്കയിൽ നിന്നും എക്സ്ട്രാഡിറ്റ് ചെയ്ത് റാണ എന്ന് പറഞ്ഞ ഒരുത്തനെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഇവനൊക്കെ അവിടുത്തെ ISIലെ വലിയ പുള്ളിയായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. കോങ്കോയിൽ ഖത്തറിന്റെ നേതൃത്വത്തിൽ ഒരു പീസ് ട്രീറ്റി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതായത് കോങ്കോയുടെ ഗവൺമെന്റിന്റെ ആർമിക്കും M23 എന്ന് പറഞ്ഞ ആ ഒരു റിബൽ ഗ്രൂപ്പിനും ഇടയിൽ ഒരു പീസ് ട്രീറ്റി, ഇത് 6ാമത്തെ ട്രൂസ് ഡീലാണ് ഇപ്പൊ നടപ്പിലാകുന്നത്. ഇതുവരെ ഖത്തർ നടത്തിവെച്ച 5 സീസ് ഫയർ ഡീലുകളും ഫെയിലിയർ ആണ്. ഇതിപ്പോ എത്ര ദിവസത്തേക്ക് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ട കാര്യം. ഇപ്പൊ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അമേരിക്കയിൽ നിന്നും എന്തൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ, നമ്മൾ ഏത് രീതിയിൽ റിട്ടാലിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഞാനിപ്പോ കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.